വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്നത്തെ MCQ സെഷൻ വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. റെസിസ്റ്റേഴ്സ് എന്നുള്ള ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റേഴ്സ്. അതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുമുണ്ട്. സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റെസിസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഏത് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വേണം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓരോ ക്വസ്റ്റ്യന്റെയും ഒപ്പം നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ഇൻഫർമേഷൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വർക്ക്ഫുൾ. സോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ MCQസും കാണുക. ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കമ്പോണന്റ് used to limit the flow of current in any electronic circuit. ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിലും കറന്റ് ഫ്ലോ ലിമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ. സോ നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആയാലും ഇലക്ട്രിക് സർക്യൂട്ട് ആയാലും ഫ്ലോ ഓഫ് കറന്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് അല്ലെങ്കിൽ പാസീവ് കമ്പോണന്റ് ആണ് റെസിസ്റ്റേഴ്സ് അല്ലെ. റെസിസ്റ്ററിന്റെ ബേസിക് ഡെഫിനിഷൻ തന്നെ resistors are electronic components used to reduce or limit or to resist the flow of current in any electrical or electronic circuits. So correct answer ഏതായിരിക്കും? Option D, resistor. Next one, which of the following statement is correct? അപ്പോൾ ഇപ്പോൾ വരുന്ന എക്സാമുകളിലൊക്കെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ കൂടുതൽ ടൈം എടുക്കും. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ട് അറിഞ്ഞുകൊണ്ട് മാത്രം ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. The materials used for making resistors have free electrons but not as many as in conductors. പറയുന്നത് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷെ കണ്ടക്ടറിന് അത്രയും ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ, the materials used for making resistors have no free electrons. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the materials used for making resistors have free electrons but not as many as in insulators. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷെ ഇൻസുലേറ്റേഴ്സിന്റെ അത്ര വരില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഇതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റെസിസ്റ്റേഴ്സ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാതിരിക്കാൻ പറ്റില്ല, പക്ഷേ അത് കണ്ടക്ടേഴ്സിനെക്കാളും കൂടുതലായിരിക്കും കുറവായിരിക്കും. ബട്ട് നോട്ട് ആസ് മെനി ആസ് ഇൻ കണ്ടക്ടർ. കണ്ടക്ടേഴ്സിന്റെ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് എന്തായാലും റെസിസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ നോക്കൂ, റെസിസ്റ്റേഴ്സ് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്, ബട്ട് നോട്ട് ആസ് മെനി ആസ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ വി ക്യാൻ ഗോ ഫോർ സ്റ്റേറ്റ്മെന്റ് എ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കറക്റ്റ്. സോ ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റേഴ്സ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷെ എന്താണ് കണ്ടക്ടേഴ്സിന്റെ അത്ര വരുന്നില്ല. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് കാർബൺ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, the property of resistor to limit the flow of current is known as. റെസിസ്റ്ററിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലോ ഓഫ് കറന്റിനെ ലിമിറ്റ് ചെയ്യുന്നത്? അത് ഏത് പ്രോപ്പർട്ടിയാണ്? റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, കണ്ടക്ടൻസ്. സോ ഇതില് എയും ബിയും തമ്മിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റർ ടു ലിമിറ്റ് ദ കറന്റ് ഫ്ലോ അല്ല, ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്നുള്ളതാണ് the property of resistor to limit the flow of current എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ റെസിസ്റ്ററിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓംസ് ആണ്. ഓം വെച്ച് നമ്മൾ സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, റെസിസ്റ്റേഴ്സ് ആർ കോൾഡ് പാസീവ് ഡിവൈസസ് ബിക്കോസ്.
again കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. റെസിസ്റ്റേഴ്സ് പാസീവ് ഡിവൈസ് എന്ന് പറയാനുള്ള കാരണം their resistance value does not change even when the level of applied voltage or current to it is changed. അതായത് ഒരു റെസിസ്റ്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അതിൽ കറണ്ട് ചേഞ്ച് ചെയ്താലും അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് റെസിസ്റ്റൻസ് വാല്യൂ റിമെയിൻ സെയിം വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് AC or DC. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ബോത്ത് A and B none of the above ഇങ്ങനെയാ തന്നിരിക്കുന്നത്. സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ ഡസ് നോട്ട് ചേഞ്ച് ഈവൻ വെൻ ദ ലെവൽ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ഓർ കറണ്ട്. കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കൂ, resistance value remains same when the applied voltage is AC or DC. So A യും B യും reasons ആയിട്ട് വരും. So reasons resistors are called passive devices because A and B are correct. So option C നമുക്ക് correct ആയിട്ട് കൊടുക്കാം. Next question, which among the following is a fixed value resistor? അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫിക്സഡ് വാല്യൂ റെസിസ്റ്റേഴ്സ് ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഫിക്സഡ് വാല്യൂ റെസിസ്റ്റേഴ്സിൽ കുറേ അധികം ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും പേര് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ നമുക്ക് കുറച്ച് ടൈപ്സ് ആണ്, വയർ വുഡ് റെസിസ്റ്റർ, മെറ്റൽ ഫിലിം റെസിസ്റ്റർ, പ്രിന്റഡ് റെസിസ്റ്റർ, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഫിക്സഡ് വാല്യൂ റെസിസ്റ്റർ എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിക്സഡ് വാല്യൂ റെസിസ്റ്റേഴ്സ് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, വയർ വുഡ് റെസിസ്റ്റർ, ഫിലിം റെസിസ്റ്റർ, പ്രിന്റഡ് റെസിസ്റ്റർ, ഇതൊക്കെ ഫിക്സഡ് വാല്യൂ റെസിസ്റ്റർ ആണ്. ഫിലിം റെസിസ്റ്ററിൽ തന്നെ കാർബൺ ഫിലിം, മെറ്റൽ ഓക്സൈഡ് ഫിലിം, ഇന്റഗ്രേറ്റഡ് റെസിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഫിക്സഡ് വാല്യൂ റെസിസ്റ്റർ ആണ്. സോ ഓൾ ഓഫ് ദ എബോവ് വിൽ ബി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ റെസിസ്റ്റർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു. റെസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഇനി ആ ഹീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ആ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രോഡക്റ്റ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. സോ I into V എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് പവർ അല്ലെ? പവർ ആണ്. സോ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ റെസിസ്റ്റർ വിൽ ബി പ്രൊപ്പോർഷണൽ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പവർ, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, നൺ ഓഫ് ദ എബോവ് എന്നാണ് തന്നിരിക്കുന്നത്. സോ നോ ഡൗട്ട് ആൻസർ ഈസ് പവർ. പവറിന്റെ യൂണിറ്റ് മെഷർ ചെയ്യുന്നത് വാട്ട്സിലാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, കാർബൺ റെസിസ്റ്റേഴ്സ് ആർ സ്യൂട്ടഡ് ഓൺലി ഇൻ. ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർബൺ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ലോ പവർ സർക്യൂട്ട്സ് അപ് ടു 2 watts, ലോ പവർ സർക്യൂട്ട്സ് അപ് ടു 10 watts, മീഡിയം പവർ സർക്യൂട്ട്സ് ആൻഡ് ഹൈ പവർ സർക്യൂട്ട്സ്. കാർബൺ റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പവർ സർക്യൂട്ട്സിലാണ്. അപ്പോൾ ഒരു 10 watts വരുന്ന വരെ 2 watts വരെയൊക്കെ വരുന്ന സർക്യൂട്ടുകളിലാണ് നമ്മൾ കാർബൺ റെസിസ്റ്റേഴ്സ് കാര്യമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, കാരണം അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് അതിൽ കൂടുതൽ വാട്ടിൽ അല്ലെങ്കിൽ ഹൈ പവർ സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഈ എക്സസീവ് ഹീറ്റ് വന്ന് അത് ഡാമേജ് ആയി പോവാ, ബേൺ ഔട്ട് ആയിട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് ലോ പവർ സർക്യൂട്ട്സിൽ അപ് ടു 2 watts യൂസ് ചെയ്യാറുള്ളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following statement is correct for wire wound resistors? For റെസിസ്റ്ററിന്റെ ടൈപ്പിൽ ഒരു ടൈപ്പാണ് വയർ wound resistor. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വയർ wound resistors can withstand high temperature. വയർ wound റെസിസ്റ്റേഴ്സിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വയർ wound resistors cannot withstand high temperature. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. Then wire wound resistors can be made to have fractional ohmic values. Fractional ohmic values ചെയ്യാൻ wire wound റെസിസ്റ്റേഴ്സിന് പറ്റും എന്നാണ് പറഞ്ഞത്. And wire wound resistors cannot have fractional ohmic values. അപ്പൊ ഇതില് ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം രണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വയർ wound റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ റെസിസ്റ്റീവ് മെറ്റീരിയൽ വയേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ വയർ wound റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ് കറക്റ്റ്. വയർ wound റെസിസ്റ്റേഴ്സ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് high temperature and wire wound resistors can be made to have fractional ohmic values. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 1 and 3 are correct. ഓപ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ എഴുതണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചിലപ്പോൾ ആൻസർ അറിയും, പക്ഷെ നമ്മൾ ആ ഒരു ടെൻഷനിലും സ്പീഡിലും നോക്കി ചിലപ്പോൾ നേരെ ക്യാനും കനൗട്ടെന്നും ആണ് കിടക്കുന്നത്. 1ഉം 2ഉം തമ്മിൽ മാറി, അതെല്ലാം ഓപ്ഷനിൽ ഉണ്ടാവും. ABC അതെല്ലാം ഓപ്ഷനിൽ ഉണ്ടാവും, അത് തമ്മിൽ മാറിപ്പോവും. വളരെയധികം ശ്രദ്ധിച്ച് മാത്രം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, വിച്ച് റെസിസ്റ്റർ
are commonly used in electronic circuits where small values, precision values, high voltage ratings are required. Small value, precision value, high voltage rating നമ്മൾ ഏത് റെസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. Carbon resistor, film resistor, wire wound resistor and printed resistor, and it is wire wound resistor. Regulator, power supplies, amplifier, motor control, TV receivers ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് wire wound resistors ആണ്. Option C. Next one, which of the following statement is correct? Again, a statement type question. If the voltage applied across a resistor is kept constant, higher the resistance of resistor, lower will be the current flowing through it. ഒരു റെസിസ്റ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോ ലോവർ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ, കറണ്ട് ത്രൂ എ റെസിസ്റ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. റെസിസ്റ്ററിലൂടെ കറണ്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ, ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് എ ഫിക്സഡ് വാല്യൂ റെസിസ്റ്റർ ഈസ് ഇൻക്രീസ്ഡ്, വോൾട്ടേജ് കൂട്ടിയാൽ ഇൻക്രീസ് ചെയ്താൽ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ഓൾസോ ഇൻക്രീസസ്, കറണ്ടും കൂടും. നെക്സ്റ്റ്, കറണ്ട് ത്രൂ എ റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായി ഓംസ് ലോ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് നാലും ഓംസ് ലോയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, പല രീതിയിൽ അതിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ V is equal to IR എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ പല രീതിയിൽ ഇതില് ഈ 4 സ്റ്റേറ്റ്മെന്റുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിലെ 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് വാട്ടേജ് ഓഫ് റെസിസ്റ്റർ. യൂണിറ്റ് ഓഫ് വാട്ടേജ് ഓഫ് റെസിസ്റ്റർ നമുക്കറിയാം, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്ററിൽ ഹീറ്റ് ഉണ്ടാവും അല്ലെ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഹീറ്റിന്റെ ഡിസിപ്പേറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ അതിന്റെ പവർ ആയിട്ടോ അല്ലെങ്കിൽ വാട്ടേജ് ഓഫ് റെസിസ്റ്റർ ആയിട്ടാണോ പറയുക. ആൻഡ് ഇറ്റ് ഈസ് I² ആണ്. അപ്പൊ അതില് വാട്ടേജ് അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് വാട്ട്സ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ കളർ കോഡ് ഓഫ് 100 ohm റെസിസ്റ്റർ? റെസിസ്റ്ററിന്റെ കളർ കോഡിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കളർ കോഡിങ് എപ്പോഴും എല്ലാവരും പഠിച്ചിരിക്കുന്ന കാര്യമാണ്. അതിന്റെ ആ ഓർഡറിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ, ടോളറൻസ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 100 ohm എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റണം ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ ആണെന്നുള്ളത്. കാരണം ഫസ്റ്റ് 1 വരും, അപ്പൊ ബ്രൗൺ ആണ്, പിന്നെ 0 ആണ്, സോ ബ്ലാക്ക് ആണ്, പിന്നെ നമുക്ക് 100 ohm ആണ് പറയുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് കഴിഞ്ഞ് മൾട്ടിപ്ലയറിലേക്ക് പോകുമ്പോൾ അഗൈൻ ബ്രൗൺ വരും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കളർ കോഡിംഗ് നന്നായി ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കളർ കോഡിംഗ് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓമിക് വാല്യൂ? അപ്പോൾ ഈ ഓമിക് വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 ohm അല്ലെങ്കിൽ 1 ohmനേക്കാളും ചെറിയ വാല്യൂ ആണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് ആയിട്ട് പറയുക. 1 ohm to 100K വരുന്നതാണ് മീഡിയം റെസിസ്റ്റൻസ് ആയിട്ടും 100 kilo ohmനേക്കാളും വലുതിനെയാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് എന്നും പറയുന്നത്. അപ്പൊ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 ohm to 1000 ohm, above 1 ohm up to 10K ohm, above 1 ohm up to 100K ohm, above 100K ohm. അപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ചിട്ട് 1 ohm to 100K ohmലാണ് നമുക്ക് മീഡിയം റെസിസ്റ്റൻസ് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സീരീസ് സർക്യൂട്ട് ഹാവിംഗ് 2 series resistors has 5 milliampere current when connected to a 10 volt source. The resistance of the first resistor is 1.5K ohm. What is the resistance of the second resistor? See, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 5 milliampere കറണ്ട്, 10 വോൾട്ട് വോൾട്ടേജും പറഞ്ഞിട്ടുണ്ട്. ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ 1.5K ആണ്. രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഓംസ് ലോ അപ്ലൈ ചെയ്യുക, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം, അത് വെച്ച് ആൻസർ കിട്ടും. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കാണേണ്ടത്, അതിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ R1 പ്ലസ് റെസിസ്റ്റേഴ്സ് സീരീസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ രണ്ട് റെസിസ്റ്റേഴ്സ്, ഒന്ന് R1 R2 എടുക്കുകയാണെങ്കിൽ R1 പ്ലസ് R2, ഓക്കെ, അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ആൻഡ് ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും?
വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പൊ 10 വോൾട്ട് ബൈ 5 മില്ലി ആംപിയർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10/5 എന്ന് എഴുതി മാർക്ക് കളയരുത്. സോ മില്ലി ആംപിയറിലാണ്. സോ R1 പ്ലസ് R2 എന്ന് പറയുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് 2 കിലോ ഓം. 10 വോൾട്ട് ബൈ 5 മില്ലി ആംപിയർ വിൽ ബി 2K. സോ R1 പ്ലസ് R2 ആണ് 2 കിലോ ഓം. ഇനി അതിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.5K. അപ്പൊ മറ്റേ റെസിസ്റ്ററിന്റെ വാല്യൂ എന്തായിരിക്കും? 2K മൈനസ് 1.5K, ദാറ്റ് ഇസ് 0.5 കിലോ ഓം ഇസ് ദ correct answer. ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്ത് എഴുതുക. ഓപ്ഷൻ എ is the correct answer. And the last question, a 500 ohm resistance is connected in a circuit. It is desired to reduce its resistance to 250 ohms. The value of resistance to be connected in parallel will be. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവരും ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യില്ല. ഇതിൽ എന്തോ വലിയ സംഭവം ഉണ്ട് ഇത് ആലോചിക്കാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 500 ഓം റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 250 ഓം ആയിട്ട് കുറയ്ക്കണം. അതിനു വേണ്ടി ഏത് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏത് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ 500 ഓം ഉള്ള റെസിസ്റ്റൻസിനെ 250 ആക്കാം. സി നമ്മള് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. If n number of resistors having the same value of resistance are connected in parallel, equivalent resistance will be R by N. അതായത് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് ഇപ്പൊ n നമ്പർ ഉണ്ടെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R by N ആയിരിക്കും. ഇവിടെ നോക്കൂ, നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ്, അതായത് ഒരു റെസിസ്റ്റർ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ ഒരു റെസിസ്റ്റർ പാരലൽ ആയിട്ട് ചെയ്യുന്നത്, അതായത് രണ്ട് റെസിസ്റ്റർ. നമുക്ക് ആക്കേണ്ടത് എത്രയാണ്? 500നെ 250 ആണ് ആക്കേണ്ടത്. സോ രണ്ട് 500 ഓം റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് വന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? 500 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 250. സോ ദ ആൻസർ ഈസ് വെരി ക്ലിയർ. നമ്മൾ രണ്ടാമത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക, ഒരു 500 ഓം റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി 250 ഓം. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ നമ്മളെല്ലാം റെസിസ്റ്ററിന്റെ ബേസിക്സും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റെസിസ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ സീരീസ് ആയിരിക്കുമ്പോഴും പാരലൽ ആയിരിക്കുമ്പോഴും എങ്ങനെയാണ് എന്നുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റേഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും അറ്റംപ്റ്റ് ചെയ്യാം. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.